വലത് മുന്നണികൾക്കെതിരെ ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി നടേശൻ. വലത് മുന്നണികൾ അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന് വിമർശനം. SNDP മുഖമാസിയായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ്. ബീന, അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് വലത് മുന്നണികൾക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത്. പ്രധാനമായും യോഗനാഥത്തിലെ വിമർശന ശരങ്ങൾ ഏത് തരത്തിലാണ്? സുരേഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വലിയ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിട്ടുള്ളത്. യോഗനാഥത്തിന്റെ ഏറ്റവും പുതിയ ലേഖനത്തിലെ മുഖപ്രസംഗത്തിലാണ് ഇത്തരം വിമർശനം അഴിച്ചുവിട്ടിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ വലതു മുന്നണികൾ അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുകയാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇതിൽ പറയുന്നു. മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് LDFും UDFും 2 മുസ്ലിങ്ങളെയും ഒരു ക്രിസ്ത്യാനിയെയുമാണ് നാമനിർദ്ദേശം ചെയ്തത്. ഇത് താൻ വിളിച്ചു പറഞ്ഞത് വലിയ പാതകമായി ചിത്രീകരിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ഈ ഇരുമുന്നണികളും മതത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വരെ ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വരെ ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തും മറ്റും ഇതിനെതിരെ മറിച്ച് ചിന്തിക്കാൻ വലതു മുന്നണികൾക്ക് കഴിയുന്നില്ല. അവർക്ക് അതിനുള്ള ധൈര്യമില്ല എന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വിമർശിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ പാറ പോലെ ഉറച്ചു നിന്നതാണ് പിന്നോക്ക പട്ടിക വിഭാഗ സമൂഹം. അവരുടെ വിശ്വാസത്തെ CPMും CPIയും ന്യൂനപക്ഷ പ്രീണനത്തിനായി ബലി കഴിച്ചു എന്നുള്ള ഒരു രൂക്ഷ വിമർശനവും വെള്ളാപ്പള്ളി നടത്തുന്നുണ്ട്. തനിക്കെതിരെ കേസെടുക്കണമെന്നും ഒപ്പം തന്നെ ജയിലിലടയ്ക്കണമെന്നും പറഞ്ഞ മുസ്ലിം നേതാക്കൾ സ്വന്തം മതക്കാരുടെ അനീതികൾക്കെതിരെ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് ശ്രദ്ധിക്കണമെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തെയും വെള്ളാപ്പള്ളി ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഇരുമുന്നണികളുടെയും മുസ്ലിം പ്രീണനവും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും കുറെ മുസ്ലിം സംഘടനകളുടെയും കടന്നുകയറ്റം സഹിക്കാനാവാതെ വന്നപ്പോഴാണ് ക്രൈസ്തവർ BJPയെ പിന്തുണച്ചത് എന്നാണ് വെള്ളാപ്പള്ളിയുടെ ഒരു നിരീക്ഷണം. മറ്റ് മതസ്ഥരിലെ മനസ്സുകളിലെ മാറ്റം തിരിച്ചറിഞ്ഞ നിലപാടുകൾ പരിഷ്കരിക്കാൻ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സമുദായങ്ങളുടെയും നേതൃത്വം ഇനിയെങ്കിലും ചിന്തിക്കണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നു. എന്തായാലും കേരളത്തിലെ ഹൈന്ദവ പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വം വ്യക്തമാക്കാൻ സാമ്പത്തിക സർവേ നടത്തണമെന്ന ഒരു ആവശ്യം കൂടി വെള്ളാപ്പള്ളി ഈ ലേഖനത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.